മക്കളിത് എവിടെയാ? മനുഷ്യന് ടെൻഷൻ ആയിട്ട് മേല. അയ്യോ, മക്കളൊക്കെ വന്നല്ലോ. മക്കളെ പാത്തു, അവിടെ സേഫ് അല്ലേ? വെല്ലിമ്മയൊക്കെ വരട്ടെ. ഒരു തറവാട്ടേക്ക് പോയിക്കോണം. അപ്പൊ എന്നോട് ഇങ്ങോട്ട് വരാണ് പറഞ്ഞതാ. പാത്തു, പാറുമോളെ ഓക്ക് സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ ആർക്കും? ദേവു, അനു, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ? സ്കൂളിൽ എല്ലാവരും സേഫ് അല്ലേ? ആർക്കൊരു കുഴപ്പമില്ലമ്മേ, സ്കൂളിൽ എല്ലാവരും സേഫാ. അത് മതി. എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയോ എന്റെ മക്കളെ കാണാതെ? ഞാൻ ആകെ പേടിച്ചു പോയി. നിങ്ങൾക്ക് ആർക്കും നീന്താനും അറിയില്ലല്ലോ. അതാ പിന്നെ പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലേത്. പുഴ പെട്ടെന്ന് ഒഴുക്ക് കൂടിയെന്ന് കേട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കൈവിട്ട് പോയെന്ന്. ഇല്ല അമ്മേ, അങ്ങനെ ഞങ്ങളൊന്നും കൈവിട്ട് പോയില്ല. ഞങ്ങൾക്ക് എല്ലാരും ഉണ്ട്. ആന്റി, നിങ്ങൾക്ക് അറിയാം ദേവചേച്ചി ശരിക്കും മറക്കണ്ടെന്നോ? അർജുൻ ചേട്ടനാ ദേവചേച്ചിയെ രക്ഷിച്ചത്. എന്താ മോളെ പറയുന്നേ? എന്താ പേടിക്കാനൊന്നും ഇല്ലമ്മേ, ഒന്നും ഉണ്ടായിട്ടില്ല. പറ മോളെ, എന്താ സംഭവിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് മറച്ചു വെക്കണ്ട, പറ. എന്റെ പൊന്നമ്മേ, ഒന്നുമില്ല. അമ്മ ഒന്ന് കൂളാവ്. എന്റെ ദേവി, എന്താ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഉണ്ടായത് മോളെ, പറ. അതമ്മേ, ഞാനന്ന് ആ പുഴയൊഴുക്കി പെട്ടായിരുന്നു. വെള്ളമൊക്കെ സ്കൂളിൽ കയറിയായിരുന്നല്ലോ. എന്താ മോളെ, അപ്പൊ നിങ്ങൾക്ക് മഴ കണ്ടപ്പോ ക്ലാസ് കയറിക്കൂടായിരുന്നു? അത് പിന്നെ പേട്ട് മിസ്സാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി. ഞങ്ങൾ താഴെ ഗ്രൗണ്ടിലായിരുന്നു. മിസ് പറഞ്ഞത് കേൾക്കാതെ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അതുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്. ഞങ്ങൾ കുറച്ച് കുട്ടികൾ മാത്രമേ ഒഴുക്കിപ്പെട്ടു. അതിലെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ആർക്കും കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മയ്ക്കറിയോ, ചേച്ചി ഒഴുക്കിൽ മുങ്ങിയായിരുന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ നീന്തി നീന്തി രക്ഷപ്പെടാൻ നോക്കായിരുന്നു. ചേച്ചി മുങ്ങിയായിരുന്നു. എന്നിട്ട് അർജുൻ ചേട്ടൻ അതിലേക്ക് ചാടി മുങ്ങി ചേച്ചിയെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാ ഞാൻ പാത്ത് ബോട്ടേക്ക് രക്ഷിക്കാൻ ചെന്നത്. ബോട്ടല്ല, വെള്ളം കൊണ്ട്. എന്റെ ദേവി, എന്റെ കൊച്ചിന് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കാതെ പോയത് വലിയ തെറ്റായി പോയല്ലോ. ഞാൻ അമ്മയോട് എപ്പോഴും പറയില്ലേ എനിക്ക് നീന്തൽ പഠിപ്പിച്ചേരുന്നത്. ഇപ്പൊ എന്തായി? ഞാൻ ചത്തുപോയേനെ. ഈ അമ്മയുടെ ഒരു പൊട്ടത്തരങ്ങൾ അതൊക്കെ. നാളെ തന്നെ നമുക്ക് നീന്തൽ പഠിക്കാൻ പോകണം. കുഞ്ഞുമുത്താനെ ഒന്ന് വിളിക്കണം. നാളെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് നീന്തൽ പഠിപ്പിക്കണം. ആഹാ, ഈ സമയത്ത് അമ്മ എവിടെ പോയി ഞങ്ങളെ നീന്തൽ പഠിപ്പിക്കാനാ? ഈ മഴ സമയത്ത് കുളങ്ങൾ ഉണ്ടായില്ലേ? അത് ശരിയാ, കുളങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഇനിയും ദിവസങ്ങളുണ്ട്. നാളെ മറ്റന്നാളെ ഞങ്ങൾക്ക് സ്കൂളില്ല. സ്കൂളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒരാഴ്ച ലീവാ. ഇനിയിപ്പോ വെള്ളം ഇറങ്ങിയ ഫുള്ള് ക്ലീൻ ഒക്കെ ചെയ്യണ്ടേ? ആണോ? എന്ന് നമുക്ക് നാളെ തന്നെ നീന്തൽ പഠിക്കാൻ തുടങ്ങാം. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഞാൻ നീന്തൽ പഠിപ്പിക്കും എല്ലാവരെയും. ഇച്ചാപ്പിനെ വിളിക്കണം. ഇച്ചാപ്പിക്ക് പഠിപ്പിക്കണം. ഇച്ചാപ്പി സേഫ് അല്ലേ? ആ, ഇച്ചാപ്പി സേഫാ. ഇനി വാ, അകത്തേക്ക് വാ. എല്ലാവരും ഒന്ന് കുളിക്ക്. എല്ലാവരും ആകെ നനഞ്ഞല്ലോ. ഈ പട്ടിക്കുട്ടിയെ കൊണ്ട് തോറ്റില്ല ദൈവമേ. ഒന്ന് പോകുന്നുണ്ടോ? ഒന്ന് പൊക്കേ. ഈ ഒരു പട്ടി കുഞ്ഞു കുട്ടിയാണല്ലോ. ഇത് ശല്യായാലും ഇപ്പത്. ഒന്ന് പൊക്കേ. ഇതിന് തള്ള എവിടെയെന്നാവോ? എന്തുവാ? പോ ഇവിടുന്ന് ഒന്ന്. അയ്യോ, അകത്തേക്കാണല്ലോ ഇത് പോകുന്നേ. ഇങ്ങോട്ട് വാ പട്ടി. ഈ പട്ടിയെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയല്ലോ. വല്ലാത്തൊരു ശല്യം തന്നെ. പട്ടി പോവന്ന്. ഒന്ന് പോ പട്ടി. എന്തുവാ ഇത്? ഞാൻ ഇനി വിറക് പോലെ എടുക്കണം പട്ടി. എന്തോ അമ്മേ, അമ്മ ആരോടെ ദേഷ്യപ്പെടുന്നേ? ഇങ്ങോട്ടൊന്ന് നോക്ക് ദേവു. ഈ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എവിടെ പട്ടിക്കുട്ടി? അങ്ങോട്ട് നോക്ക്. നിനക്ക് കണ്ണ് കാണുന്നില്ലേ? ഹായ്, നല്ല പട്ടി. നല്ല പട്ടിയോ? ഇതോ? അകത്തേക്ക് കയറാൻ നോക്കുന്നേ. ഇതിനൊക്കെ എന്താ? അമ്മേ, അങ്ങോട്ട് നോക്ക്. എന്തോരം ക്യൂട്ടാതിന് കാണാനായിട്ട്. നമുക്ക് ഇതിനെ വളർത്തിയാലോ? പട്ടിക്കുട്ടിയല്ലേ, നല്ല ഇടയ്ക്ക് വളർത്തിയാ നല്ല രസാവും. വളർത്താനോ ദേവു? നിനക്ക് എന്റെ കയ്യിൽ കിട്ടു. നീ എങ്ങാനും അതിനെ തൊട്ടാൻ എന്റെ കൈ ഞാൻ വിട്ടു. എന്നെ കൊണ്ടൊന്നും വയ്യ ഇത് വൃത്തികേടാക്കുന്നൊക്കെ നന്നാക്കാനായിട്ട്. ശാന്തചേച്ചിയുടെ വീട്ടിലുണ്ടരണം. കണ്ടാലും മതി, വീട് ആകെ അലങ്കോല വൃത്തികേടാക്കും. എല്ലാ പട്ടികളും അങ്ങനെ ഒന്നും ആവില്ല. നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹൈജീനൊക്കെ ഫോളോ ചെയ്യുന്ന പട്ടികളുമുണ്ട്. അതെ, അവരെ ഹൈജീൻ പഠിപ്പിച്ചു കൊടുക്കാത്തോണ്ടാ അവിടെ എവിടെയൊക്കെ അപ്പയും മൂത്രമൊക്കെ ഇട്ട് വെക്കുന്നത്. വലിയ കഷ്ടമാ എന്നെ കൊണ്ടൊന്നും വയ്യ നന്നാക്കാനായിട്ട്. പിന്നെ ഈ പട്ടിയെ കാണുന്നത് എനിക്ക് അറപ്പാ. ഈ വീട്ടിൽ പട്ടിയെ ഒന്നും വളർത്താൻ പറ്റില്ല. ഞാനിപ്പോ ഇതിനെങ്ങനെ ലോട്ടിക്കട്ടെ എന്ന് പൊക്കി മുന്നുന്ന നിന്നെ കൊണ്ട് ഇത് വലിയ കഷ്ടമായല്ലോ. അമ്മ പ്ലീസ് അമ്മ, എന്ത് ക്യൂട്ട് അതിനെ കാണാനായിട്ട്. വാവ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ദേവു, നിനക്ക് എന്റെ കയ്യിൽ കിട്ടും. പ്ലീസ് അമ്മ, പ്ലീസ്. നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ലേ. പ്ലീസ്. നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേവു. ഈ പട്ടി ഈ വീട്ടിൽ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്നമ്മേ, അകത്തേക്ക് കയറ്റത്തില്ല. മുറ്റത്ത് വെച്ച് വളർത്തിക്കോളാം. പ്ലീസ് അമ്മേ. നീയേ ഈ പറച്ചിലൊക്കെ കാണോ? 4 ദിവസം കഴിഞ്ഞാ ഇതിനൊക്കെ ഞാൻ നോക്കേണ്ടി വരും. ഇത് ഇവിടുന്ന് പിന്നെ പോകത്തുണ്ടാവില്ല. ഇപ്പൊ തന്നെ നാട്ടിൽ കഴിഞ്ഞാ ഇത് ഇവിടെ അങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ ഇത് ഇവിടെ സ്ഥിരതാമസാക്കും. പ്ലീസ് അമ്മ, എനിക്ക് നല്ലപോലെ നോക്കിക്കോളാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായമ്മ. ഇത് ക്യൂട്ട് അമ്മ അതിനെ കാണാനായിട്ട്. എന്തോന്ന് കൂട്ട്, എന്ത് വാലിന് കോലം. കണ്ട് വാല് മതി. എത്ര ക്യൂട്ടായാലും പട്ടി പട്ടി തന്നെയല്ലേ. അവിടെ എവിടെയും അപ്പി മൂത്രം ഇട്ട് വെച്ച് നമ്മളെ കഷ്ടപ്പെടുത്തും. നീ ഒന്നും മുണ്ടാതി പോയിക്കേ. ഞാൻ ഇതിനെ ആട്ടാൻ പോവാ. പോ പട്ടി, പോ അവിടുന്ന് പോ. അയ്യോ അമ്മേ, അത് എന്നെ ആട്ടിയത് പാവമല്ല അമ്മേ. അത് അതിന്റെ വൈക്ക്
പൊക്കോട്ടെ. നീ എന്തിനാ അതിന് പിന്നാലെ പോകാൻ നിൽക്കുന്നേ? അതെ അതിന്റെ വച്ച് പോകട്ടെ, അന്ന് വെറുതെ വിട്ടേക്ക്. അതിലെന്നാലും ഇവിടെ വളർത്താനൊന്നും പറ്റില്ല. നീ ഇനിയിപ്പോ എന്റെ കാല് പിടിച്ച് പറഞ്ഞാലും എന്ത് ചെയ്താലും ആ പട്ടിയെ ഈ വീട്ടിൽ വളർത്താൻ പറ്റില്ല. ആ പട്ടി എന്നല്ല ഒന്നിനെ നീ വീട്ടിൽ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. പണ്ട് എന്റെ പപ്പ ഒരു പൂച്ചയെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ ഇവിടെ മൂത്രം അതും ഇട്ട് വെച്ചിട്ട്. അയ്യോ, 2 ആഴ്ച കൊണ്ട് നിന്റെ പപ്പയെ കൊണ്ട് ഞാൻ അത് ഇവിടുന്ന് കയറ്റിക്ക് ഉപയോഗിച്ചു. ഇനിയിപ്പോ ഇത് എന്നെ കൊണ്ട് വയ്യ. ദേവു, ഇതുപോലെ പട്ടികളൊക്കെ വളർത്തിയാലുള്ള കഷ്ടം എന്താണെന്നറിയോ? വീട് ആകെ നാണം, ഒരു ജായി മണം ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാ, ഫുള്ള് വൃത്തികേടാവും. പിന്നെ എന്തൊക്കെയാ, ഭയങ്കര കഷ്ടപ്പാടാ. അയൽവാസികൾക്ക് ഉറങ്ങാൻ പറ്റില്ല, കുരയ്ക്കും. എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെന്നറിയോ? അതിനൊക്കെ കുറച്ച് കഷ്ടമുണ്ട്. നീ ഇപ്പൊ നിന്റെ ആഗ്രഹം മാറ്റി വെക്കേ. എന്തായാലും ഈ അമ്മയ്ക്ക് നിന്റെ ഈ ആഗ്രഹം നടത്തി തരാൻ പറ്റില്ല. ഓക്കെ? എനിക്ക് അടുക്കളയിൽ പിടിപ്പതും ജോലിയുള്ളതാ. നീ സഹായിക്കുന്നില്ലല്ലോ, ഞാൻ പോയൊക്കെ ചെയ്യട്ടെ. പട്ടിക്ക് പോകെ ഇരുന്നാ നീ ഇവിടെ. ഈ അമ്മ എന്താ ഇങ്ങനെ? എനിക്ക് മാത്രം ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാവും. പട്ടിക്കുട്ടിയല്ലേ, പാമ്പുകുട്ടിയൊന്നും അല്ലല്ലോ. പട്ടിക്ക് എന്താ പ്രശ്നം? എനിക്ക് എന്തോരം ഇഷ്ടം പട്ടികൾക്ക്, എന്തൊരു സ്നേഹം അവരുടെ യജമാനന്മാരെ അടുത്ത്. എനിക്ക് അങ്ങനത്തെ ഒരു പട്ടി വേണമെന്ന് എന്തോരം ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചാ. പട്ടിക്കുട്ടി മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ മേടിച്ചു തരാത്തൊരു വീട്ടിലാണല്ലോ ഞാൻ താമസിക്കുന്നത്. മേടിച്ചു തരല്ല, വീട്ടിലേക്ക് വന്ന പട്ടിയെ അടിച്ചാട്ടിയ അമ്മ. പോയി നോക്കട്ടെ, അവിടെ ഇടയിലൊക്കെ കാണും. ഹായ്, ദേ പട്ടി. പട്ടിക്കുട്ടാ, ഇവിടെ വാ, ഇവിടെ വാ. നിന്നെ ദേവ ചേച്ചി വിളിക്കുന്നേ. എന്താ നീ കാണിക്കുന്നേ? നിനക്കെന്നെ ഇഷ്ടായോടാ? എന്തൊരു രസം പട്ടി, പെട്ടെന്ന് കമ്പനിയായല്ലോ. ഇതിന് അമ്മ അരത് വീട്ടിൽ കൊണ്ടുപോവാം, എന്നിട്ട് പാലൊക്കെ കൊടുക്കാം. ഓ വൈബ്, അമ്മ കാണോ? എന്തായാലും ഈ പട്ടി എനിക്ക് ഇഷ്ടായി. എന്തൊരു പേരിടാ? എന്താ പേരിടാ? എങ്ങനെ ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോവാ? വീട്ടിൽ കൊണ്ടുപോയാൽ ചീത്തയേക്കോ?